കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കോതമംഗലം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചു. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വടാട്ടുപാറയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ കോതമംഗലം വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ചു. വടാട്ടുപാറയിലെ ചക്കിമേട്, ദാമോദരംകുന്ന്, മീരാൻ സിറ്റി, റോക്ക് ജംഗ്ഷൻ എന്നീ മേഖലകളിൽ കുടിവെള്ളം പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ അധികാരികളുമായി സംസാരിക്കുകയും പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. രൂക്ഷമായ വരൾച്ച നേരിടുമ്പോൾ 24 മണിക്കൂർ പമ്പിംഗ് നടത്തണമെന്ന് പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് അംഗീകരിക്കാനോ നടപടി സ്വീകരിക്കാനോ വാട്ടർ അതോറിറ്റി അധികൃതർ തയ്യാറായിട്ടില്ല. ഉപരോധത്തെ തുടർന്ന് 24 മണിക്കൂർ പമ്പിംഗ് ഇന്നു മുതൽ നടത്താമെന്ന് അധികൃതർ ഉറപ്പു നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് സമരം സമാപിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽദോ ബേബി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കാച്ചപ്പള്ളി, പഞ്ചായത്ത് അംഗങ്ങളായ കവിത ഗോപകുമാർ, അഖിൽ ആന്റണി, നിക്സൺ, ഷിബു എന്നിവർ പങ്കെടുത്തു. കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളം വടാട്ടുപാറയിലെ ചക്കിമേട്, ദാമോദരംകുന്ന്, മീരാൻ സിറ്റി, അതുപോലെ തന്നെ റോക്ക് ഉൾപ്പെടെയുള്ള മേഖലയിൽ വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആളുകൾക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും വെള്ളം കിട്ടാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് മുന്നോട്ട് പോവുക. അതുമായി ബന്ധപ്പെട്ടാണ് വാട്ടർ അതോറിറ്റിയിലേക്ക് എയെ കാണാനായിട്ടും AXയെ കാണാനായിട്ടും ഞങ്ങൾ എത്തിയത്. എന്നാൽ AX നിലവിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇവിടെ വന്ന് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാം എന്ന് അവരോട് സംസാരിച്ചതിൽ അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ അവിടെ രാത്രി 12 മണി വരെയാണ് ഷിഫ്റ്റ് ഉള്ളത് പമ്പ് ചെയ്യുന്നത്. ആ പമ്പിംഗ് ലൈനിൽ 24 മണിക്കൂറും പമ്പ് ചെയ്യാമെന്നും വെള്ളം കിട്ടുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കാമെന്നുമാണ് ഇപ്പം നിലവിൽ അവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ വിശ്വസിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക. ആ 24 മണിക്കൂർ പമ്പ് ചെയ്തില്ല എങ്കിലും ആളുകൾക്ക് വെള്ളം കിട്ടാത്ത എന്തെങ്കിലും സാഹചര്യം ഇനി ഉണ്ടായാൽ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.